ഹായ് ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഡെലിവറി ഡേറ്റ് അത് കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ടൊന്നും മനസ്സിലായിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്തത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സെക്കൻഡ് മറ്റേ പ്രഗ്നൻസിൻ്റെ ഒരു ഇത് ടോട്ടലായിട്ട് വീഡിയോ കറക്റ്റ് ഓർഡറിലല്ല ഇട്ടിരിക്കുന്നല്ലോ അതും ഇപ്പോൾ നമ്മൾ ഒരു 2 ആഴ്ച മുമ്പ് എടുത്ത വീഡിയോ ആയിരിക്കും ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡൗട്ടായിരിക്കില്ല, കറക്റ്റ് എത്ര മന്താണ് കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ ഈ ഒരു സെക്കൻഡ് പ്രഗ്നൻസിയിലാണ് ഞങ്ങൾ കൂടുതലല്ല കുറവ് വീഡിയോസ് അതുപോലെ ഫുള്ള് ഹോസ്പിറ്റലിൻ്റെ മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് പോയി ചെക്ക് ചെയ്യണതും സ്കാനിങ്ങും കാര്യങ്ങളും വ്ളോഗുകൾ. അപ്പോൾ കൂടുതലൊന്നും ഞങ്ങളുടെ കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് പൊതുവേ ഞങ്ങൾ വീഡിയോസ് ഇടല് കുറവായിരുന്നു വ്ളോഗ്. പിന്നെ പ്രഗ്നൻസിൻ്റെ ടൈമിലാണ് കുറച്ചെങ്കിലും ഇട്ട് വന്നത്. അത് എല്ലാവരും പറയുന്ന പോലെ കണ്ടന്റ് പറയും, അങ്ങനെയല്ല. നമുക്കതൊരു ഇതാണ്, അത് വീഡിയോ ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവും. നമുക്കൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടും എല്ലാം കൊണ്ടാണ് നമ്മൾ അതൊക്കെ മെയിനായിട്ട് ക്യാപ്ചർ ചെയ്യുന്നത് കേട്ടോ. എങ്ങനെ പോയാലും ടൈം ഇല്ലെങ്കിലും എങ്ങനെയൊക്കെ എടുക്കാൻ നോക്കുമല്ലോ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ എന്താണ് കണ്ടിന്യൂസ് അല്ലല്ലോ ഇടയ്ക്കിടയ്ക്കല്ലോ വീഡിയോ ഇടയ്ക്കേ ഉള്ളൂ. അങ്ങനെ ആവണ സമയത്താണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ ഞങ്ങൾ കുറേ മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആയിരിക്കും ഞങ്ങൾ പോസ്റ്റ് ചെയ്യണ്ടാവുക. കാരണം അത് എടുക്കുന്നത് ആ ടൈമിൽ തന്നെ ആയിരിക്കും, പക്ഷെ അത് എഡിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും നല്ല ഡിലേ ആവാറുണ്ട്. ഞങ്ങൾ എപ്പോഴും എടുക്കുമ്പോൾ പിറ്റേ ദിവസം തന്നെ ഇടണം, അപ്പൊ തന്നെ അപ്ഡേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കും. പക്ഷെ ഇതുവരെയായിട്ട് നടന്നിട്ടില്ല ഗൈസ്. അങ്ങനെ അതുപോലെ ആവാൻ പാടില്ല. ഈ വീഡിയോ ഒന്നും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ട് ഈ വീഡിയോ എടുക്കണതില്ലേ. രാത്രി ഗൈസ് 12:30 ഞങ്ങൾ എടുക്കുന്നത് കേട്ടാ. പക്ഷെ എന്തായാലും ഇത് ഇന്ന് എടുത്തില്ലെങ്കിൽ ശരിയാവില്ല. എന്തെങ്കിലും എടുത്തിട്ട് അത് നാളെ എന്തായാലും പോസ്റ്റ് ചെയ്യണം. കറക്റ്റ് നിങ്ങൾക്ക് അതൊരു ഡേറ്റ് എന്നാലേ കൺഫർമേഷൻ ആവുള്ളൂ. കാരണം ഞങ്ങൾ ഈ വീഡിയോ എടുത്തിട്ട് പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവില്ലല്ലോ അല്ലേ. ഡേറ്റ് ഡിസംബർ 6-ാം തീയതി. അപ്പോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യും. കാരണം ഇന്ന് 12 മണിക്ക് ഇത് എടുക്കുന്നത്. അപ്പൊ നാളെ അതായത് ഇന്ന് ഈവനിങ് തന്നെ പോസ്റ്റ് വരുന്നുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും ഈ വീഡിയോ എടുക്കുന്ന ദിവസം തന്നെ ഇടും. ഇവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളത് കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ട് ഞങ്ങൾ എന്തായാലും ഇട്ട് പോലോ. അപ്പോൾ ഗൈസ് ഒരുപാട് സംസാരിച്ച് ഞങ്ങൾ നീട്ടുന്നില്ല. അപ്പം എല്ലാവർക്കും അറിയാനുള്ളൊരു സംഭവം എന്ന് വന്നിട്ട് എനിക്ക് എത്ര വീക്കായി അല്ലേ, ചിലർ ചോദിക്കേണ്ട എത്ര മാസമായി, ഡെലിവറി ഡേറ്റ് എപ്പോഴാണ്, ഇതൊക്കെ ചോദിക്കണ കുറേ ആൾക്കാരുണ്ട്. പിന്നെ LMB ഡേറ്റും ചോദിക്കുന്നുണ്ട്. കാരണം അതറിഞ്ഞ് ഇത് കണ്ടുപിടിക്കുക ഈസിയാണല്ലോ. അപ്പോൾ എല്ലാവരും ഡയറക്റ്റ് ഡെലിവറി ഡേറ്റ് ചോദിക്കേണ്ട LMB ഡേറ്റ് ചോദിക്കുന്നവരുണ്ടല്ലോ. ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു തന്നെയാണ് മുന്നേ റിവീൽ ചെയ്യണം എന്നുള്ളത്. പക്ഷേ കുറേ സംഭവങ്ങളോട് ഞങ്ങൾക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ കമൻ്റ് ആയിട്ട് ഇടുന്നുണ്ടായിരുന്നു, അതായത് നിങ്ങൾ എന്താ ആർക്കും റീപ്ലൈ കൊടുക്കാത്തത് എന്നാണ് ഡെലിവറി ഡേറ്റിന് എന്നുണ്ട്. നമ്മളിപ്പോൾ റീപ്ലൈ കൊടുത്ത് അതൊരു കമൻറ്റിനുള്ള റീപ്ലൈ അവർക്ക് മാത്രമേ അത് അറിയുള്ളൂ. അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇപ്പോൾ ഒരു കുറച്ച് പേരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളൊരു വീഡിയോ ആയിട്ട് അത് മാത്രമായിട്ട് ഇടുന്ന സമയത്ത് അവർക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കമൻറ്റിന് റീപ്ലൈ കൊടുക്കാത്തത്. പിന്നെ പ്രത്യേകിച്ചിട്ട് എല്ലാവർക്കും ഡെലിവറി ഡേറ്റ് എന്ന് പറയുമ്പോൾ അറിയാനായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. ആ ചേച്ചിൻ്റെ ഡെലിവറി ഡേറ്റ് എപ്പോഴാണ് എന്നുള്ളൊരു ബേസ്. ഇപ്പോൾ ഞങ്ങൾ പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിലും ചോദിക്കാറൊക്കെ ഉണ്ട്, എപ്പോഴാണ് ഡെലിവറി ഡേറ്റ്, എത്ര മാസമായി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അത് ആവാനായി പറഞ്ഞ് ഞാൻ ഡേറ്റ് പറയുന്ന സമയത്ത് അവർ അതെ ഇത്ര പെട്ടെന്നാ. അത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ആകെ കുറച്ച് വ്ളോഗുകളിൽ ഇട്ടിട്ടില്ല. അപ്പോൾ കാണുന്നവർ ചിലപ്പോൾ എന്ത് ഇത്ര പെട്ടെന്ന് ഡെലിവറി ഡേറ്റ് ആയെന്നുള്ളൊരു ചിന്തയാണ് കേട്ടോ. ഇന്നടക്കം പുറത്തു പോയപ്പോൾ ഒരു ചേച്ചിയും കുട്ടികളും അവരപ്പോൾ കണ്ട സമയത്ത് എന്താ അപ്ഡേറ്റ് എപ്പോഴാണ് വരിക എന്ന് ചോദിച്ചു. അപ്പം ഞാൻ നാളെ വരും പറഞ്ഞു. അപ്പം എന്തായാലും നാളെ ഇടാലോ. അപ്പം എന്തായാലും പറഞ്ഞോ, ചിന്ന പറഞ്ഞോ. എനിക്ക് സൗണ്ടിൽ പറഞ്ഞു ഗൈസ്. അപ്പോൾ കറക്റ്റ് ഭാവിച്ചിക്ക് ഇപ്പോൾ വീക്ക് ബേസ് ചെയ്തിട്ട് പറയാം 38 വീക്കും 6 ഡേയ്സും ആയിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഡിസംബർ 6 വരയ്ക്കുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു 38 വീക്ക് 6 ഡേയ്സ് കിട്ടാ. അപ്പൊ ഇനി 9-ാം മാസം കഴിഞ്ഞ് ഏകദേശം ആയി ഗൈസ്. അപ്പൊ ഇനി കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ ഡേറ്റും കൂടി പറഞ്ഞ കാര്യം കഴിഞ്ഞ് തോന്നണം. ഇപ്പൊ ഇത് കിട്ടിയപ്പോൾ തന്നെ ഏകദേശം യോജിക്കാനുള്ളൂ. എന്നാലും ഞങ്ങൾ പറയാം ഡെലിവറി ഡേറ്റ് വരുന്നത് ഡിസംബർ 15-ാം തീയതിയാണ് കേട്ടോ. ഇനി വെറും വിരലുകളിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതെ ശരിക്കും വിരലുകളിൽ എണ്ണ അത്രേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ എന്നാലും നമുക്കൊരു ഏകദേശം ഒരു 36 വീക്ക് കഴിഞ്ഞപ്പോൾ മുതൽ കുറച്ച് ടെൻഷനും കാര്യങ്ങളുണ്ട്. നമ്മൾ ആ ബ്ലീഡിങ്ങിന്റെ അവിടെ തന്നെ ഞങ്ങൾക്ക് വീഡിയോ കിട്ടില്ല. ആ ടൈം മുതൽ പറഞ്ഞത് ഇനി അധികം ടൈമില്ല എന്ന്. കാരണം കുറച്ച് മുന്നേ ബ്ലീഡിങ് വന്നപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസി ആണല്ലോ പൊതുവെ എല്ലാവരും പറയാറ്, ഫസ്റ്റിനെക്കാളും കൂടുതൽ പെട്ടെന്ന് ആവുന്നതാണ്. പക്ഷെ എന്താണെന്നറിയില്ല, ചിങ്കുടുവിനെ പോലെ തന്നെ നെക്സ്റ്റ് കുഞ്ഞാവയ്ക്കും വരാൻ കുറച്ച് മെല്ലെ വന്നാൽ മതി എന്നാണ്. അപ്പോൾ ടെൻഷൻ ആവില്ല. പിന്നെ അതുപോലെ തന്നെ മറ്റേ നമ്മള് ബ്ലീഡിങ്ങിന്റെ അതിട്ട ടൈമിൽ തന്നെ
ഡോക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ അടുത്ത്, അതായത് ഇപ്പോൾ നമുക്ക് ആ ഒരു യൂട്രസ് ഓപ്പൺ ആവണ ഒരു ഇതാണ് ആ ബ്ലീഡിങ്ങിൻ്റെ എന്ന് വെച്ചാലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം പെയിനും കാര്യങ്ങളൊക്കെ വരുന്നതിലും ആവേ. ചിലപ്പോൾ നേരത്തെ ആവും, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, കാരണം 36 വീക്ക് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇതന്നെയാണ്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നുണ്ട്, ഇപ്പം ഇന്ന് ഉറങ്ങുന്ന ടൈമിൽ രാത്രി പെയിന് വരുന്നോ കാര്യങ്ങളൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഇനി ഇവിടെ നിന്നുള്ള ദിവസങ്ങൾ മൊത്തം എല്ലാം പ്രതീക്ഷിച്ചിരിക്കും. ഞങ്ങൾ ലാസ്റ്റ് ചെക്കപ്പിന് പോയ സമയത്ത് അടക്കം അങ്ങനെ ആയിരുന്നല്ലോ. ഞങ്ങളാണെന്നുണ്ടെങ്കിലും വെയിറ്റിംഗ് ആണ്. പിന്നെ അത് മാത്രമല്ല സെക്കൻഡ് പ്രഗ്നൻസി ആയതുകൊണ്ട് എപ്പോൾ എങ്ങനെ വരും എന്താണെന്നൊന്നും അറിയില്ല. അതിന് എപ്പോഴും കരുതലോടെ ഞങ്ങൾ ഇരിക്കുകയാണ്. എല്ലാവരും പറയുന്നത് ഈസി പ്രോസസ് എന്നാണ് സെക്കൻഡ് പ്രഗ്നൻസി, പക്ഷെ അറിയില്ല. ഓരോരുത്തർക്കും ഓരോരുത്തർ. ഇപ്പൊ എന്റെ ചേച്ചിക്ക് സെക്കൻഡ് പ്രഗ്നൻസി നല്ല ടാസ്ക് ആയിരുന്നു. അപ്പൊ നമ്മള് ഒരാളുടെ ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. ഞാനിനി എനിക്ക് ഡെലിവറി ആയാലാണ് എനിക്ക് ഫസ്റ്റത്തെ ആണോ രണ്ടാമത്തെ ആണോ ഈസി എന്നുള്ളത് എനിക്ക് അറിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് എന്താണ് വായിച്ചത് നമുക്ക് അപ്പം നോക്കാം ഗൈസ്. അപ്പം എന്തായാലും ഡെലിവറി ഡേറ്റ് December 10. ഒന്നുകൂടെ എല്ലാവരുടെ അടുത്തും പറയാം. അല്ല സോറി ഗൈസ്, December 15. 12 മണിയായില്ല, ഇനി കുറച്ച് ഇതൊക്കെ മാറിപ്പോകും. എന്താ പറയാ, എന്നെയും വെച്ച് കൂടുതൽ എന്താ പറയാ വേഗം വരണം എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ബേബിയാണ്. എനിക്കാണെങ്കിൽ മെല്ലെ വന്നാൽ മതി. പക്ഷെ നമ്മൾ കൂടുതൽ ഈ ഡേറ്റ് അടുക്കുന്നതോറും നമുക്ക് ടെൻഷൻ കൂടുതലായിരിക്കുമല്ലോ. അതെ, പക്ഷെ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്കിപ്പോ കോയമ്പത്തൂർ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ഓടിയെത്തേണ്ട ഒരു ഇതാലോചിക്കുന്ന സമയത്ത് നമുക്കൊരു ഡേറ്റ് ആയി കഴിഞ്ഞാൽ പെയിന് വന്നാൽ ഇവിടുന്ന് വേഗം വരാനാണ്. അല്ല ബാബേ, അത് ഡേറ്റ് എടുക്കുന്നതിന് മുമ്പ് പെയിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തുന്നതിന് ചിന്തിച്ചിട്ടൊരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി ചിങ്കുടിന് ടൈമിൽ നമ്മൾ ഓൾറെഡി മുമ്പേ പോയത് കൊണ്ട് അത് വലിയ ഇഷ്യൂ ഇല്ല. ചിങ്കുട് അവിടെ കരിയുന്നുണ്ട്, അമ്മേൻ്റെ അടുത്ത് ഉണ്ട് പുറത്ത്. പിന്നെ കുറേ പേര് ചിങ്കുടിനെ ബേസ് ചെയ്തിട്ടൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ചിങ്കുടിനെ ഞങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. ഞങ്ങൾ ചിങ്കുടിനെ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ മെയിനായിട്ട് വീഡിയോ കാര്യങ്ങൾ എടുക്കാനും കാര്യങ്ങളും ഞങ്ങൾക്ക് ടൈം കിട്ടാത്തത്. നിങ്ങൾ കാണുന്നൊരു 10 മിനിറ്റിൽ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയുന്നത് കുറച്ച് മോശം. ഇത്രയും ഞങ്ങൾ മുന്നേ പറഞ്ഞല്ലോ, വ്ളോഗുകൾ ഇടുന്നത് കുറേ മുന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. അവള് ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവും. പിന്നെ എന്താ പറയാ, അമ്മ കൂടുതലും ഞങ്ങളുടെ ഒപ്പം അമ്മൻ്റെ ഒപ്പം തന്നെയാണ് നിൽക്കുക അല്ലേ. പിന്നെ ഞങ്ങൾ നോക്കാതെ പിന്നെ വേറെ ആരാ നോക്കുക? അത് കമന്റ് ചെയ്യുമ്പോൾ അത് ഒന്ന് ചിന്തിക്കുക. കാരണം ഒരു 10 മിനിറ്റ് വീഡിയോയിലൊന്നും നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവില്ല. കാരണം ഞങ്ങൾ ഒന്നാമത് ചിങ്കുടിനാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്നും അങ്ങോട്ട് മാറിയാൽ വാവച്ച് മെയിനായിട്ട് ഞാൻ മാറിയാലും കുഴപ്പമില്ല, ആവശ്യമില്ലാണ്ടൊന്നും ചിങ്കുടി ഇരിക്കില്ല ഗൈസ്. അപ്പോൾ ചിങ്കുടിനെ ഞങ്ങൾ നോക്കുക പറഞ്ഞാൽ അങ്ങനെ നോക്കണം. അപ്പോൾ അത് പറയുന്നവർക്ക് അത് മനസ്സിലാവില്ല അല്ലേ. അപ്പോൾ എന്തായാലും ഗൈസ് ഡെലിവറി ഡേറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി സെയിം ഡേറ്റ് ഇല്ലേ? അല്ല, നമ്മള് വീഡിയോ ഇട്ട സമയത്ത് തന്നെ ഏകദേശം ഞാൻ December 23 അങ്ങനെ കുറച്ച് ഡേറ്റുകൾ കണ്ടു. December 15 ഞാൻ കണ്ടിട്ടില്ല. ഡെലിവറി ആവണ കുറെ പേരുണ്ട്. ഇനിയിപ്പോ ഡേറ്റ് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളവര് കമന്റ് ചെയ്യും. എനിക്ക് കാരണം ചിങ്കുടിന്റെ സമയത്ത് അതുപോലെ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിങ്കുടി ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോഴും കാണുമ്പോൾ ഓരോരുത്തർ പുറത്തുനിന്ന് പറയാറുണ്ട്, 2 ദിവസം 3 ദിവസം ഗ്യാപ്പിലൊക്കെ പറയാറുണ്ടല്ലോ അവ. അപ്പൊ ഈ ഒരു 15 ആരൊക്കെ ഉണ്ട് കമന്റ് ചെയ്യുക. എല്ലാവർക്കും ഡിസംബറിലുള്ള എല്ലാവരും സേഫ് ആയിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് വരിക. ഡെലിവറി അല്ല, അപ്പോൾ 15-നാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ഉള്ളവർ ഒന്ന് കമന്റ് ചെയ്യും. കാരണം നമുക്ക് നോക്കാം, ഇപ്പോൾ വരുന്ന കുട്ടിയും നിങ്ങളുടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെയിം ഡേറ്റ് ഒക്കെ കിട്ടണം എന്നുള്ളത് നോക്കാമല്ലോ അവ. അപ്പൊ എന്തായാലും കുറെ പേരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മെയിൻ November December ആണ് കൂടുതലൊരു ഇത് കണ്ടിരിക്കുന്നുണ്ട്. ഒരാൾ കേസ് ഒരാളവിടെ എത്തി നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെയുള്ളൊരു മെയിൻ ക്വസ്റ്റ്യൻ ഫസ്റ്റ് മുതലേ ഉള്ളതാണല്ലോ അവ. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട്, ഇപ്പോഴും പാലക്കാട് തന്നെയാണോ ചേഞ്ച് ചെയ്തത് കാണിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. അപ്പോ ബേബി പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു ഡൗട്ട്, പാലക്കാട് തന്നെയാണോ ചേഞ്ച് ചെയ്ത് പാലക്കാട് തന്നെ വേറെ അധികം ഹോസ്പിറ്റലാണോ എന്നുള്ള കുറെ ഇതിൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇവിടെ അല്ല, പാലക്കാട് ഞങ്ങൾക്ക് ഇവിടെ മോശമായിട്ടൊന്നും പോയതല്ല. ഞങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വായിച്ച് ഡെലിവറി കഴിയുന്ന ടൈമിൽ എനിക്ക് ഉള്ളിൽ കയറാൻ പറ്റുന്ന പോലെ നോക്കിയിട്ടാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ നോക്കുന്ന സമയത്ത് ഞങ്ങൾ ചിങ്കുടിൻ്റെ അവിടെ തന്നെ ആയിരുന്നു, അതേ സെയിം ആണ് ഇപ്പം ഞങ്ങൾ അവിടെ പോയിക്കില്ല കോയമ്പത്തൂർ. അവിടെ എന്താ വെച്ചാൽ എനിക്ക് ഉള്ളിലും കയറാൻ പറ്റും, വാവച്ചിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. കുറച്ച് എന്താ പറയുക, ആ ഒരു പ്രത്യേക ഒരു ഫീൽ ആയിരുന്നു ചിങ്കുടിൻ്റെ ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സെയിം ചിങ്കുടിൻ്റെ അവിടെയായിരുന്നു, അവിടെ തന്നെ ഉണ്ടായിരുന്നു. കോയമ്പത്തൂരാണ് കേട്ടോ. ടൈമിൽ ഞങ്ങൾ നേരത്തെ തന്നെ ഞങ്ങൾ പോയി. ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോയത്. പിന്നെ ഇത് കഴിഞ്ഞ അടുത്ത ക്വസ്റ്റ്യൻ വരും, കോയമ്പത്തൂര് ഏത് ഹോസ്പിറ്റലാണ് വരിക? അപ്പോ ബ്ലൂമിംഗ് ബെല്ലി എന്ന് പറഞ്ഞ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബർത്ത് സെന്റർ ആണ് കേസ്. അപ്പോൾ അവിടെയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ എന്താ പറയാ, ഞങ്ങൾക്ക് ചിങ്കുടിന്റെ ആ ഒരു ടൈമിലുള്ള ഒരു കംഫർട്ട് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ അവിടെ തന്നെ റിപ്പീറ്റ് പോയതല്ലോ അവ. അപ്പോൾ എന്തായാലും അവിടെ ഞങ്ങൾ ഹാപ്പിയാണ്, കുഴപ്പമില്ല, അടിപൊളിയാണ്. ഡോക്ടർമാരൊക്കെ നല്ല സപ്പോർട്ടാണ്. അതെ, ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ട്
അവിടെ തന്നെ കാണിക്കുന്നത്. എന്താ പറയുക, അത്രേ ഉള്ളൂ ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എന്തായാലും എല്ലാവരും ഡെലിവറി ഡേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ, വെയിറ്റ് ചെയ്യുക, ഇങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻസ് ചാൻസ് കൂടുതലാണ്, അറിയില്ല. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.